ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. എന്താണ് ഭക്തി? ഭക്തി ഒന്ന് മാത്രം മതി ഈശ്വരനെ അറിയാൻ എന്നാണ് എല്ലാ ശാസ്ത്രങ്ങളിലും അനുഭവസ്ഥരായ ഗുരുവര്യന്മാരും പറയുന്നു. ഭക്തി എന്നാൽ അഖണ്ഡമായ നമ്മുടെ മനസ്സ് ഈശ്വരനിലേക്കുള്ള ഒഴുക്കാണ്. ഒരിക്കലും വറ്റാതെ ആ ഈശ്വര സത്തയിലേക്കുള്ള മനസ്സ് ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഒരു അമ്മ കുഞ്ഞിനെ എപ്രകാരം ഓർമ്മിക്കുന്നുവോ, എന്ത് ചെയ്യുമ്പോഴും എവിടെ പോകുമ്പോഴും തൻ്റെ കുഞ്ഞിനെ തന്നെ അമ്മ ഓർമ്മിക്കുന്നത് പോലെയാണ് നമ്മിൽ നിന്നും അന്യമായി കാണുന്ന സർവേശ്വരനെ സ്വന്തമായി കണ്ടുകൊണ്ട് അതിനെ സ്നേഹിക്കുന്നതാണ്. സ്നേഹത്തിൻ്റെ പരമകാഷ്ഠയാണ് ഭക്തി എന്ന് പറയുന്നത്. ക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്തുന്നു, വെടിക്കെട്ട് നടക്കുന്നു, ആനയെഴുന്നള്ളത്ത് നടത്തുന്നു. ഇതെല്ലാം ദൈവത്തിന് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതാണ് എന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഭഗവാൻ ഇഷ്ടം ഗാഢമായ നമ്മുടെ ഭക്തിയാണ്. അത് മറ്റതെല്ലാം പേരിനും പെരുമയ്ക്കും വേണ്ടി മാത്രമാണ്. അതിനാൽ പറയുന്നു, യാഗങ്ങൾ, ഉത്സവം എന്നിവകൾ കീർത്തിക്കായി മാനവർ ചെയ്തിരുന്നു. ഗാഠമാം ഭക്തിയുണ്ടെങ്കിൽ അത്രേ ദൈവത്തിൻ പ്രീതി ലഭിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ പ്രീതി നമുക്ക് ലഭിക്കണമെങ്കിൽ ഗാഠമായ ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളത്ത്, വെടിക്കെട്ട്, അതുപോലെ മറ്റ് കലാപരിപാടികൾ, ഇതെല്ലാം എന്തിനാണ്? ഭഗവാന് പ്രിയം അല്ല. ഇതൊക്കെ ആ ക്ഷേത്രത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ ഇന്ന ക്ഷേത്രങ്ങളിൽ ഇന്ന ഉത്സവം നടക്കുന്നു എന്ന പ്രശംസയ്ക്കും വേണ്ടിയാണ്. അതാണ് യാഗങ്ങൾ, ഉത്സവം എന്നിവകൾ. യാഗങ്ങളും പലതരത്തിലുള്ള ഉത്സവങ്ങളും എല്ലാം നടക്കുന്നത് കീർത്തിക്കായി മാനവർ ചെയ്തിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ പേരും പെരുമയും കിട്ടാൻ, ആ ചെയ്ത കമ്മിറ്റിക്കാർക്ക് പേരും കിട്ടാൻ, അങ്ങനെ അവർ ആ പേരും പെരുമയും ക്ഷേത്രത്തിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി കീർത്തിക്കായി മാനവർ ചെയ്തിരുന്നു. യാഗങ്ങൾ, ഉത്സവം എന്നിവകൾ കീർത്തിക്കായി മാനവർ ചെയ്തിരുന്നു. കീർത്തി ലഭിക്കാൻ വേണ്ടി മനുഷ്യർ ചെയ്യുന്നു. പക്ഷേ ഭഗവാനേറെ ഇഷ്ടം ഇതൊന്നും അല്ല. ദൈവത്തിൻ പ്രീതി ഗാഠമാം ഭക്തിയുണ്ടെങ്കിലത്രേ. ഗാഠമായ ഭക്തി നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അതാണ് ഭഗവാനെ ഏറെ പ്രിയമായിട്ടുള്ളത്. ഗാഠമാം ഭക്തി ഉണ്ടെങ്കിലത്രേ ദൈവത്തിൻ പ്രീതി ലഭിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ പ്രീതി ലഭിക്കണമെങ്കിൽ അഗാധമായ നിഷ്കളങ്കമായ ഭക്തിയാണ് നമുക്ക് വേണ്ടത്. ഈ മിണ്ടാപ്രാണികളായ ആന മുതലായ ജീവികളെ എഴുന്നള്ളിക്കുന്നതൊക്കെ ഭഗവാന് ഏറെ പ്രിയമാണ് എന്ന് നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പക്ഷേ ആ ജീവികൾ എത്രയധികം ക്ലേശങ്ങളാണ് അനുഭവിക്കുന്നത്. ചുട്ടു ഉരിയുന്ന വെയിലത്ത് നിശ്ചലമായി നിൽക്കണം. ആ പ്രവൃത്തികൾ അവരെ വളരെയധികം ക്ലേശിപ്പിക്കുന്നത് ഭഗവാൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്ന പ്രവൃത്തികൾ അല്ല. അസഹ്യമാകുമ്പോഴാണ് അവ സമനില തെറ്റി മനുഷ്യരെ ദ്രോഹിക്കാനിട വരുന്നത്. അതിനാൽ മിണ്ടാപ്രാണികളെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഈശ്വരഭക്തി നിർത്തുന്നതിൽ മാത്രമേ ഈശ്വര പ്രിയം നമുക്കുണ്ടാവൂ എന്ന് നാം മനസ്സിലാക്കണം. അതൊന്നുമല്ല ഭഗവാനേറെ പ്രീതികരമായിട്ടുള്ളത്. യാഗങ്ങൾ, ഉത്സവം എന്നിവകൾ കീർത്തിക്കായി മാനവർ ചെയ്തിടുന്നു. ഗാഠമാം ഭക്തിയുണ്ടെങ്കിലത്രേ ദൈവത്തിൻ പ്രീതി ലഭിക്കുകയുള്ളൂ.